ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഓശാനയുടെ ഞായറാഴ്ച ദിവസം ഇന്നത്തെ എവൻഗേലിയൻ ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷവും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷവും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷവും ഓശാന ദിവസം വായിക്കപ്പെടുന്നു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ഇവിടെ ഒന്നാമത്തെ ചിന്ത, ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ ബന്ധിച്ചിരിക്കുന്നതായിട്ട് കാണാം എന്ന തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യരുടെ കാഴ്ചയിൽ രാജാവ് മഹത്വത്തോടെയാണ് വരുന്നത്, എന്നാൽ യേശു വിനയത്തിൻ്റെ വഴിയാണ് തിരഞ്ഞെടുത്തത്. ദ കിങ് ഓഫ് ഹ്യൂമിലിറ്റി, വിനയത്തിൻ്റെ രാജാവ്. നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത അവൻ വിനയം ധരിച്ചു എന്നുള്ളതാണ്. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, വിനയം ആത്മാവിൻ്റെ അലങ്കാരമാണ്. ദൈവത്തിൻ്റെ മഹത്വം വിനയത്തിൽ വെളിവാകുന്നു. ഈ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന മഹത്വം വിനയത്തിലാണ് എന്നതാണ്. ലോകത്തിൻ്റെ രീതിക്ക് വിരുദ്ധമായി ദൈവരാജ്യം പ്രവർത്തിക്കുന്നു. യേശു നമ്മെ സേവനത്തിനും ലാളിത്യത്തിനുമായി വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വിനയം വളർത്തണം, അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കും. രണ്ടാമതായിട്ട് നമുക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത, കർത്താവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൃഗം കഴുതയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുവാനായിട്ട് ഒരു കഴുതയെപ്പോലും കർത്താവ് ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ കഴുതയ്ക്ക് തുല്യമായ നമ്മുടെ ജീവിതമെങ്കിലും നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിന് ഈ കഴുതയെ ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ കയ്യിലെ കഴുതയാണ് ആകുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പുറത്ത് കയറി ദേവാലയത്തിലേക്ക് നമ്മയും കൂടി ആനയിക്കും. ദൈവത്തെ പേറുന്ന കഴുതകളായി മാറുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ചിന്ത, ഈ കഴുത തലേദിവസം കർത്താവ് തൻ്റെ പുറത്ത് കയറി യെരുശലേം ദേവാലയത്തിലേക്ക് സഞ്ചരിച്ചപ്പോൾ ആളുകളെല്ലാം അവനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വഴിയിൽ വസ്ത്രങ്ങൾ ധരിക്കുകയും കുരുത്തോലകളും ഒലിവീന്തൽ ഒക്കെയുമായിട്ട് സ്വീകരിക്കുകയുണ്ടായി. പിറ്റേ ദിവസം കഴുത, ഒരു കഥ എങ്ങനെയുണ്ട്, പിറ്റേ ദിവസം കഴുത ആ വഴിയിലൂടെ സഞ്ചരിച്ചു. ആളുകളെല്ലാം ഈ കഴുതയെ കല്ലെറിയാൻ തുടങ്ങി. കഴുതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, കർത്താവ് കൂടെയില്ല എങ്കിൽ ആളുകൾ കല്ലെറിയും. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മനുഷ്യർ നമ്മുടെ മുമ്പിൽ പരവതാനികൾ വിരിക്കും. കർത്താവ് കൂടെയില്ല എങ്കിൽ എല്ലാ മനുഷ്യരും നമുക്കെതിരായിട്ട് നിൽക്കും. ആയതുകൊണ്ട് കർത്താവിനെ പേറുന്ന കഴുതയായിട്ട് നമുക്ക് മാറാം. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കർത്താവിൻ്റെ മുമ്പിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിക്കുകയാണ്. അന്ത്യോക്യയിലെ വിശുദ്ധ സേവറിയോസ്, മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ലായ്പ്പോഴും പ്രസംഗിച്ചവനായ സേവറിയോസ് പാത്രിക്കീസ് പറയുകയാണ്, അവർ വസ്ത്രങ്ങൾ വിരിക്കുന്നത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യൻ ധരിക്കുന്നതിൻ്റെ പ്രതീകമാണ്. ലോകത്തിന് ഇതൊരു സാധാരണ യാത്രയായിരിക്കും, എന്നാൽ വിശ്വാസികൾക്ക് ഇതൊരു സ്വർഗീയ ഘോഷയാത്രയാണ്. നമ്മുടെ വസ്ത്രം എന്നതിലുപരി നമ്മുടെ അഭിമാനമാണ് ദൈവം ഭാഗവിരിക്കേണ്ടത്. നാം തന്നെ താഴ്ത്തുകയാണ്. ഇവിടെ അവരുടെ വസ്ത്രം വഴിയിൽ വിരിക്കുക എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് വസ്ത്രത്തിന് നല്ല വിലയുണ്ട്. തന്നെയല്ല, വസ്ത്രം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. ആ സകലതും കർത്താവിൻ്റെ മുമ്പാകെ അത് വിരിക്കുക, സാഷ്ടാംഗം വീടുക. അപ്പോഴാണ് കർത്താവ് നമ്മളെ ചേർന്ന് നിൽക്കുന്നത്. ആരാധന എന്നത് ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ്. അത് വെറും ചൊല്ലിക്കൂട്ടലുകളും അല്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കണം. വിശുദ്ധ ശ്ലീഹ വിവരിക്കുന്ന ഈ പ്രവേശനം, ദേവാലയ പ്രവേശനം, നന്മയുടെയും കരുണയുടെയും പ്രവാഹമാണ്. അവിടുത്തെ വരവിനായി നമ്മുടെ ഹൃദയപാതകൾ ഒരുക്കാം. വിനയത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ച് നമുക്ക് അവിടുത്തെ എതിരേൽക്കുവാൻ സാധിക്കണം. നാലാമത്തെ ചിന്ത, അവര് ആ വസ്ത്രങ്ങൾ വിരിക്കുന്നതിനുപരിയായിട്ട് ആ ശിഷ്യന്മാർ അതിനെ അഴിച്ചുകൊണ്ടുവരാൻ പറയുമ്പോൾ, കഴുതയാക്കുട്ടി അഴിച്ചുകൊണ്ടുവരാൻ പറയുമ്പോൾ അവനെ അനുസരിക്കുകയാണ്. ദ പവർ ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ ശക്തി. വിശുദ്ധനായ കൈസറിയയിലെ ബസേലിയോസ് പറയുകയാണ്, അനുസരണം ആത്മാവിൻ്റെ ജീവനാണ്. നിനവേൽ ഐസക് പറയുകയാണ്, ദൈവവചനത്തെ അനുസരിക്കുന്നവൻ അനുഗ്രഹീതനാകുന്നു. ഈ വചനത്തിൽ അനുസരണത്തിൻ്റെ മഹത്വം നമുക്ക് കാണാം. ദൈവം പറയുമ്പോൾ വൈകാതെ തന്നെ നമ്മൾ അനുസരിക്കണം. അതിലൂടെ അനുഗ്രഹം ലഭിക്കും. അനുസരണം ആത്മീയ വിജയത്തിലേക്കുള്ള വഴിയാണ്. അനുസരണം അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് അനുസരണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അഞ്ചാമത്തെ ചിന്ത, ആരും കയറാത്ത കഴുതക്കുട്ടി. ആരും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടി നിങ്ങൾ കാണുവരും. അതിനെ അഴിച്ചുകൊണ്ടിരുന്ന് ഉറപ്പിക്കുകയാണ്.
ഈ വചനത്തിൽ പറയുന്ന കഴുതക്കെട്ടി മുമ്പും ആരും ഉപയോഗിച്ചിട്ടില്ലാത്തതാണ്. അത് വിശുദ്ധിയുടെയും സമർപ്പണത്തിൻ്റെ പ്രതീകമായി കാണുന്നു. ദൈവത്തിന് സമർപ്പിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് വിശുദ്ധമായിരിക്കണം, ആരാൽ ഉപയോഗിക്കപ്പെടാത്തായിരിക്കണം. അത് നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈ ലോകത്താൽ ഉപയോഗിക്കപ്പെട്ട മനസ്സാണ് നമ്മുടേത്. ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകൾക്ക് ഉപയോഗിക്കപ്പെട്ട മനസ്സോ ശരീരവും വെച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിനെ സ്വീകരിക്കില്ല. മറിച്ച് ആരും കഴുതാത്ത, കയറാത്ത, അശുദ്ധി തീണ്ടാത്ത, ആരും ഉപയോഗിക്കാത്ത കഴുതക്കുട്ടി ദൈവത്തിന് വേണ്ടി പ്രത്യേകം വേർതിരിക്കപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതായിരിക്കണം, ആരും കയറിയാത്തതായിരിക്കണം, പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ശുദ്ധമായ ജീവിതം നയിക്കണം. ഈ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ വിശുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. ശുദ്ധിയും സമർപ്പണവും ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആരും കയറാത്തതായിരിക്കണം. ആരും കയറാത്ത നമ്മുടെ ഹൃദയത്തിൽ മറ്റൊന്നും പ്രവർത്തിക്കാത്തതായിരിക്കണം. കർത്താവിന് പ്രവർത്തിക്കാൻ ഇട നൽകണമെന്നുണ്ടെങ്കിൽ, കർത്താവ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആരും കയറരുത്. കർത്താവ് മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ. ആറാമത്തെ ചിന്ത പറയുകയാണ്, നിങ്ങളുടെ ഒരു കെട്ടപ്പെട്ട കഴുതക്കുട്ടിയെ കാണും. ബന്ധനത്തിലുള്ളൊരു കഴുതക്കുട്ടി, ബോണ്ട് ആയിട്ടുള്ള ഒരു കഴുതക്കുട്ടിയെ കാണുക. ഈ വചനത്തിൽ കഴുതക്കുട്ടി കെട്ടപ്പെട്ട നിലയിലാണ് കാണുന്നത്. മനുഷ്യൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. പാപത്താലും ഭയത്താലും ലോകബന്ധങ്ങളാലും അവൻ കെട്ടപ്പെട്ടിരിക്കുകയാണ്, കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ വരവ് ഈ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകാനുള്ളതാണ്. വിശുദ്ധനായ അത്താനാസ്യോസ് പറയുകയാണ്, പാപം മനുഷ്യനെ ബന്ധിപ്പിക്കുന്നു, ക്രിസ്തു അവനെ മോചിപ്പിക്കുന്നു. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ ക്രിസ്തുവിൽ മാത്രം ലഭിക്കുന്നതാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴുതക്കുട്ടി കെട്ടപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ്റെ പാവബന്ധത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തു അതിനഴിച്ചുവിടാൻ ശിഷ്യന്മാരെ അയച്ചത് മനുഷ്യൻ്റെ മോചനത്തെ പ്രതിനിധീകരിക്കുകയാണ്. ഈ വചനത്തിൽ മോചനത്തിൻ്റെ സന്ദേശം നിറഞ്ഞിരിക്കുകയാണ്. കഴുതക്കുട്ടിയുടെ ബന്ധനം നമ്മുടെ ആത്മാവിൻ്റെ ബന്ധനത്തെ പ്രതിഫലിപ്പിക്കുന്നു. മനുഷ്യൻ പലപ്പോഴും സ്വന്തം ബലത്തിൽ മോചനം നേടാൻ കഴിയുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്പർശനം എല്ലാ ബന്ധനങ്ങളും അഴിച്ചു കളയുന്നു. അവൻ നമ്മെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കും. ഏഴാമത്തെ ചിന്ത പറയുകയാണ്, അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. അതിനെ അഴിച്ചുകൊണ്ടുവരാൻ പറയുകയാണ്. ഇതാ ഇവിടെ വലിയൊരു ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ഈ വാക്ക് ഒരു സാധാരണ കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് വരാനുള്ള ആജ്ഞയാണ്. ഇതൊരു ചെറിയ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. മറിച്ച് ആത്മീയ അർത്ഥത്തിൽ ഇത് വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെ വലിയൊരു പരീക്ഷണമാണ്. അതായത് നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും, പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അനേക കഴുതകളുടെ മധ്യത്തിലാണ് വിശ്വാസിയായ ഒരു വ്യക്തി നിൽക്കുന്നതെങ്കിൽ ആ കഴുതയെ അഴിച്ചുകൊണ്ടുവന്ന് അവൻ്റെ പെരുന്നാളിലേക്ക്, അവൻ്റെ യാത്രയിലേക്ക് ഒരുക്കുക എന്നുള്ളത് ശിഷ്യന്മാരെ പോലെ നമ്മുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ അപ്രയം പറയുന്നത്, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നവൻ ആത്മീയമായി ഉയരുകയാണ്. ആ ശിഷ്യന്മാർ ആ കുട്ടിയെ അഴിച്ചുകൊണ്ടുവന്നു. ഇതൊരു ചെറിയ പ്രവർത്തനമാണെങ്കിലും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള ശക്തമായ ഉദാഹരണമാണ്. ഈ വചനത്തിൽ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മഹത്വം വെളിപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം വിളിക്കുന്ന ചെറിയ വഴികളെ അവഗണിക്കാതെ സ്വീകരിക്കണം. അനേകരെ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനും അവൻ്റെ യെരൂശലേം ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ പങ്കാളികളാക്കുവാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. എട്ടാമത്തെ ചിന്ത, യേശുക്രിസ്തു 2 ശിഷ്യന്മാരെ യെരൂശലേമിലേക്ക് അടുത്തപ്പോൾ 2 ശിഷ്യന്മാരെ അയച്ചു. യേശുവിടെ ഡയറക്റ്റ് കഴുതക്കുട്ടിയെ തേടി പോകുന്നില്ല, 2 ശിഷ്യന്മാരെ അയക്കുകയാണ്. പ്രിയമുള്ളവരെ, അവൻ്റെ അഭിഷിക്തന്മാരെ അവൻ അയക്കുകയാണ്. കെട്ടപ്പെട്ട കഴുതക്കുട്ടികളെ തേടിയെത്തുവാനായിട്ട്, അത് ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട്. ഈ ആധുനിക ജീവിതത്തിൽ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ബഹുമാന്യതയാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. കർത്താവ് ഇവിടെ തൻ്റെ അഭിഷിക്തന്മാർ 2 പേരെ, ശിഷ്യന്മാർ 2 പേരെ അയക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജനത്തെ നേടുവാനായിട്ട്, ജനത്തെ കെട്ടുകളിൽ നിന്ന് അഴിക്കപ്പെടുവാനായിട്ട് വിളിച്ചു വേദനിക്കപ്പെട്ടവരാണ് പൗരോഹിത്യഗണം. അവൻ്റെ ശിഷ്യന്മാരെ അവൻ അയച്ചു കഴുതക്കുട്ടിയെ വിടുവിക്കുവാനായിട്ട്, അതിൻ്റെ പുറത്ത് കയറുവാനായിട്ട്. പ്രിയമുള്ളവരെ,
ഈ 8ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത് കെട്ടപ്പെട്ട കഴുതക്കുട്ടികളെ വിടുവിക്കാനാണ്, അതിൽ അഴിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതെ, അവൻ്റെ അഭിഷിക്തൻ്റെ മുമ്പിൽ ആ കഴുതക്കുട്ടി പോരാൻ കൂട്ടാക്കാതെ നിന്നില്ല, മറിച്ച് അതനുസരിച്ച് ആ ശിഷ്യന്മാരനുസരിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ആലയപ്രവേശത്തിലേക്കുള്ള യാത്രയിൽ അവനോടൊപ്പം അവൻ്റെ വാഹനമേറുവാൻ വേണ്ടിയാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ അഭിഷിക്തന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാം. 9ാമത്തെ ചിന്ത ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇഫ് എനിവൺ ആസ്ക്സ് വാട്ട് യു ആർ ഡൂയിങ്, എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് ആരും ചോദിച്ചാൽ യേശുവിൻ്റെ നിർദ്ദേശം പാലിക്കുക എന്ന കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്. ദൈവം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇവിടെ ശിഷ്യന്മാർ മറ്റുള്ളവർ ചോദിച്ചാൽ സ്വന്തം മനസ്സിൽ നിന്നുള്ള ഉത്തരമല്ല നൽകേണ്ടത്, മറിച്ച് കർത്താവ് എന്താണോ പറഞ്ഞത് അത് പറയുക. മനുഷ്യരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ ദൈവം ആവശ്യപ്പെട്ട കാര്യം അനുസരിക്കുക. കർത്താവ് എന്തു പറഞ്ഞോ അത് പറയുക. ഈ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞത് പറയുവാൻ മനുഷ്യർ പലപ്പോഴും ഭയപ്പെടുകയോ മടി കാണിക്കുകയോ ചെയ്യുകയാണ്. ശിഷ്യന്മാരങ്ങനെ ആയിരുന്നില്ല. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം നമുക്ക് ആത്മീയ അനുഗ്രഹവും സമൂഹത്തുള്ള സാക്ഷ്യം നൽകുന്നു. പ്രിയമുള്ളവരെ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. ശിഷ്യന്മാർ താങ്കൾക്ക് തോന്നിയ പോലെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടല്ല, മറിച്ച് കർത്താവ് എന്താണോ പറഞ്ഞത് അത് ചെയ്യുക. ഇത് ഒരു പ്രസംഗിക്കുന്ന വ്യക്തിയിൽ, ഒരു ഇടവകയിൽ വികാരിയച്ഛൻ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലൊരു മുഖ്യ സ്ഥാനം വഹിക്കുന്ന ആൾ, അത് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, വനിതാ സമാജം സെക്രട്ടറി, യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി, ഇങ്ങനെ പലതരത്തിലുള്ള കുടുംബ യൂണിറ്റ് സെക്രട്ടറി, ഇങ്ങനെ ആത്മീയ ഗണത്തിൽപ്പെട്ട ആളുകൾ കർത്താവ് എന്തു പറഞ്ഞോ അത് ചെയ്യുക, അതിനുവേണ്ടി ഒരുക്കപ്പെടുക. ഇത് പലപ്പോഴും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മളോട് ചിന്ത ഓർമ്മിപ്പിക്കുകയാണ്, 9ാമത്തെ ചിന്ത ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവ് എന്തു പറഞ്ഞു അത് ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 10ാമത്തെ ചിന്ത വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നിങ്ങൾ മുമ്പേ ഉള്ള ഗ്രാമത്തിലേക്ക് പോകുവിനെന്നാണ്. കർത്താവിന് കഴുതയെ തേടിപ്പോകുന്നത് യെരുശലേം ദേവാലയത്തിലേക്കുള്ള വഴികളിലൂടെ നമുക്ക് ആ വഴി കാണുമ്പോൾ അറിയാൻ സാധിക്കും. ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ അനേക സ്ഥലങ്ങളിൽ അനേക കഴുതകളുണ്ട്. എന്നാൽ ഒരു ഗ്രാമത്തിലെ കഴുതയെ എടുക്കുക. ഗ്രാമത്തിലെ കഴുതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് മനുഷ്യജീവിതത്തിലെ സാധാരണ വസ്തുക്കളുടെ ദൈവത്തിൻ്റെ ഉപയോഗത്തെ വ്യക്തമാക്കുന്നു. ഒരു ഗ്രാമത്തിലെ കഴുത ഒരുപക്ഷെ ദേവാലയത്തിൻ്റെ സമീപത്ത് യെരുശലേമിലുള്ള കഴുതകൾക്കൊക്കെ ആ ദേവാലയത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വസ്തുവകകൾ കൊണ്ടുപോകാനായിട്ട്, ചുമടുകൾ താങ്ങുവാനായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഗ്രാമത്തിലെ കഴുതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഗ്രാമത്തിൽ മാത്രമുള്ളതാണ്. സാധാരണ കാര്യങ്ങളെല്ലാം അസാധാരണമായ വസ്തുക്കളെ ദൈവത്തിൻ്റെ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നു. മനുഷ്യജീവിതത്തിലെ സാധാരണ ഗ്രാമത്തിൻ്റെ അവസ്ഥ സൂചിപ്പിക്കുന്നത് ഏറ്റവും കുറവുള്ള, പുറലോകമായിട്ട് ബന്ധമില്ലാത്ത സാധാരണമായിരിക്കുന്ന അവസ്ഥകളെല്ലാം യേശു ക്രിസ്തു അവൻ്റെ യെരുശലേം ദേവാലയത്തിലുള്ള യാത്ര ഉപയോഗിക്കുകയാണ്. ഗ്രാമത്തിലെ കഴുത നമ്മുടെ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളുടെ പ്രാധാന്യം കാണിക്കണം. ദൈവത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ സാധാരണ വസ്തുക്കളിലൂടെ പോലും നടക്കും. വിശ്വാസവും അനുസരണവും മനുഷ്യനും ദൈവത്തിനുമിടയിൽ സഹനമുറപ്പിക്കുന്നു. ഈ കഴുത നമ്മൾ പഠിപ്പിക്കുന്നത് ദൈവത്തിനായിട്ട് ഒരു ഗ്രാമത്തിലെ കഴുതയെ പോലും ആവശ്യമുണ്ട്. നീ ഒരു പക്ഷേ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരിക്കാം. നിനക്ക് ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമുള്ളൂ. നീ വിദേശത്ത് പോയിട്ടില്ല, അല്ലെങ്കിൽ നിനക്ക് കഴിവുകളില്ലായിരിക്കാം, നിനക്ക് യോഗ്യതകളില്ലായിരിക്കാം, നീ പുറംലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയായിരിക്കാം. നീ ഒരു ഗ്രാമത്തിലെ കഴുതയ്ക്ക് തുല്യമായിരിക്കാം. പക്ഷേ അതിനെ കർത്താവ് തേടിയെത്തുന്നു തൻ്റെ യെരുശലേം ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ. നമ്മുടെ ജീവിതത്തിലെ എല്ലാം ദൈവത്തിനുള്ള ഉപകരണമായി മാറേണ്ടത് അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കും. ഇതിനെക്കുറിച്ച് മറ്റൊരു ചിന്തകൻ ഇങ്ങനെയാണ് പറയുന്നത്, പുറത്തുള്ള കഴുതകളേക്കാൾ ഗ്രാമത്തിലെ കഴുതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്.
പട്ടണങ്ങളിലെ കഴുത മനുഷ്യൻ പുറത്ത് കയറി പോകുമ്പോൾ ഗ്രാമത്തിലെ കഴുത പലതിനായിട്ട് ഉപയോഗിക്കുന്നു. ഭാരം ചുമക്കുവാനും മനുഷ്യന് കയറുവാനും കൂടുതൽ ഏകാന്തതയിലും കഷ്ടതയിലും ജീവിക്കുന്നതാണ് ഗ്രാമത്തിലെ കഴുതകൾ പട്ടണങ്ങളിലെ കഴുതയെ അപേക്ഷിച്ച്. യേശുക്രിസ്തു അങ്ങനെയുള്ള കഴുതയാണ്, അങ്ങനെയുള്ള കഴുതക്കുട്ടിയെയാണ് അവൻ്റെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, വേദനകളുടെയും സഹനങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെ ഒക്കെ നടുവിലൂടെ പോകുന്ന ഒരു ഗ്രാമത്തിലെ കഴുതയാണ് നീ. നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഈ കഴുതയെ കർത്താവിന് ആവശ്യമുണ്ട്. നീ ദൈവസന്നിധിയിലേക്ക് നിന്നെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുക. ഇവിടെ 3-ാമത്തെ വാക്യം പറയുകയാണ്, കർത്താവിന് അതിന് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഈ കഴുത എന്തിനാണ് കർത്താവ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പല പല ചോദ്യങ്ങളുമായിട്ടായിരിക്കും ആ ശിഷ്യന്മാർ കഴുതക്കുട്ടിയെ എടുത്തു പോയത്. അവൻ്റെ കൃത്യമായ ഉദ്ദേശം അറിയില്ലായിരിക്കാം. പക്ഷെ കർത്താവ് പറയുകയാണ്, കർത്താവിനൊരു ആവശ്യമുണ്ടെന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഒരു കഴുതയ്ക്ക് തുല്യമായ അവസ്ഥയാണെങ്കിലും നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ആർക്കും വേണ്ടാത്ത കഴുതയാണ് നീയെങ്കിലും ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവിന് അതിന് ആവശ്യമുണ്ടെന്ന വചനത്തിൽ വിശ്വാസവും അനുസരണവും ശക്തമായ പ്രത്യക്ഷപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ പഠിപ്പിക്കുന്ന ദൈവത്തിന് ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ടത് മൂല്യം, വിശ്വാസവും അനുസരണവും നമ്മെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നയിക്കപ്പെടുന്നു. ഇവിടെ 12-ാമത്തെ ചിന്ത നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, യേശുക്രിസ്തു ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു, ഒരാളെ അല്ല വിടുന്നത്. നമുക്ക് വേദപുസ്തകത്തിൽ എപ്പോഴും കാണുവാൻ സാധിക്കും 2 പേരെ, 1-2 പേർ എന്ന് പറയുന്ന പോലെ 2 പേരെ ഈരണ്ടായിട്ട് അയക്കുന്ന കാഴ്ച കാണുവാൻ സാധിക്കും. ഒരു കൂട്ടായ്മ ബന്ധത്തിലായിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എന്നിലൂടെ മാത്രം പ്രവർത്തിക്കുകയല്ല, മറിച്ച് 2 പേരെ അയക്കുകയാണ്. സഭയിൽ വിശുദ്ധനായ കൊറിലോസ്, അലക്സാന്ദ്രിയയിലെ കൊറിലോസ് പറയുകയാണ്, സുവിശേഷ പ്രഘോഷണം ഏകാംഗ പോരാട്ടമല്ല, മറിച്ച് സഹോദരങ്ങൾ ചേർന്നുള്ള ദൗത്യമാണ്. സഭയിൽ ഐക്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ ദൈവകൃപ ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും, ഞാൻ എന്നിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും നടത്താവുള്ളൂ എന്ന് ചിലർ പള്ളിയിൽ വാശി പിടിക്കും, ചിലർ സമൂഹത്തിൽ വാശി പിടിക്കും, ചിലർ കൂട്ടായ്മയിൽ വാശി പിടിക്കും. എന്നാൽ കർത്താവ് അങ്ങനെ ആയിരുന്നില്ല. ഒരുമിച്ച് ചേർന്ന് 2 പേരെ അയക്കുകയാണ്. കൂട്ടായ പരിശ്രമം കോട്ട തകർക്കുമെന്നാണ് പറയുന്നത്. ഒരുമിച്ച് അയക്കുകയാണ്. ദൈവിക ദൗത്യങ്ങളിൽ പങ്കുചേരാനുള്ള ക്ഷണമാണ് ഈ വചനം. നാം വിശ്വസ്തയോടെ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും. സഭയിൽ ഐക്യം നിലനിർത്താൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആയതുകൊണ്ട് ഐക്യത്തോടെ പോവുക. അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവൻ്റെ ദൗത്യം നിറവേറ്റുവാൻ നമുക്ക് തനിച്ചല്ല, കൂട്ടായ ബന്ധത്തിലായിരിക്കണം. അതാണ് ഇവിടെ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. 13-ാമത്തെ ചിന്ത, അവൻ ശിഷ്യന്മാരെ അയക്കുകയാണ്. അവൻ നേരിട്ടല്ല പോകുന്നത്, ശിഷ്യന്മാരെ അയക്കുകയാണ്. ശിഷ്യന്മാരെ അയക്കുക എന്നതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണ്? അവന് വേണമെങ്കിൽ തന്നെ പോകാമായിരുന്നു. തൻ്റെ ദൗത്യത്തിൽ ശിഷ്യന്മാരെ പങ്കാളികളാക്കുകയാണ്. ശിഷ്യത്വവും ദൗത്യവും, ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് മിഷൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദേവാലയ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിലൊക്കെ തനിച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ കർത്താവ് തന്നെയല്ല, ഒരു കൂട്ടായ്മ ബന്ധത്തിലാണ്, ഒരു കൊയിനോണിയ ബന്ധത്തിലാണ്. എല്ലാവരും അവൻ്റെ രക്ഷണ വേലയിൽ പങ്കാളികളാക്കുവാൻ അവൻ ശ്രമിക്കുകയാണ്. ഒരു ദേവാലയം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഒരു കുടുംബം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൂട്ടു ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. തലവൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മാത്രം വിചാരിച്ചാൽ ആ രാജ്യത്തെ, അല്ലെങ്കിൽ പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ആ രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയില്ല. അതിന് സൈന്യങ്ങൾ ആവശ്യമാണ്. സൈന്യങ്ങൾ നിയന്ത്രിക്കുന്ന സൈന്യാധിപന്മാർ ആവശ്യമാണ്. അതിന് മറ്റ് വാഹനങ്ങളോ, ഇതിൻ്റെ പലതരത്തിലുള്ള ആളുകളുടെ കൂട്ടായ ബന്ധമാണ് രാജ്യം നിലനിർത്തുന്നത്. ഒരു ദേവാലയത്തിൽ ഒരു വികാരിയച്ഛൻ മാത്രം വിചാരിച്ചാൽ ദേവാലയം മുന്നോട്ട് പോവുകയില്ല. അവിടെ ഓരോ ശുശ്രൂഷയിൽ ആളുകൾ ആവശ്യമാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ് ആ കഴുതയെ അഴിച്ചുകൊണ്ടുവരുവാനായിട്ട്. കൂട്ടായ ബന്ധം, അവൻ്റെ ശിഷ്യത്വവും ദൗത്യവും നമുക്കിവിടെ കാണുവാൻ സാധിക്കും.
14-ാമത്തെ ചിന്ത നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഉടമസ്ഥൻ്റെ അനുവാദം, പെർമിഷൻ ഓഫ് ദി ഓണർ. ആ കഴുതയെ വിട്ടുകൊടുക്കുവാൻ ഉടമസ്ഥൻ വിചാരിക്കുകയാണ്. അതിന് തടസ്സമായി നിന്നിട്ടുണ്ടെങ്കിൽ കഴുതയെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തില്ലായിരുന്നു. പക്ഷെ ആ ഉടമസ്ഥൻ വിട്ടുകൊടുക്കാൻ തയ്യാറായി. ദൈവത്തിൻ്റെ പദ്ധതികൾ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ ആവശ്യകതകൾ വരുമ്പോൾ നമ്മൾക്കുള്ള സകലതും വിട്ടുകൊടുക്കാൻ നാം തയ്യാറാകണം. നമ്മുടെ പണം, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ ഭവനം, നമ്മുടെ അധ്വാനം, ഇതെല്ലാം ദൈവവേലയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കണം. ദൈവം ഒരു വഴി തുറന്നാൽ അത് തടയാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മുടെ ഭൗതികമായ അവകാശവാദങ്ങളെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ ആവശ്യം. പ്രിയമുള്ളവരെ, ദൈവത്തിനു വേണ്ടി വിട്ടുകൊടുക്കുവാൻ ആ കഴുതക്കുട്ടിയുടെ ഉടമസ്ഥൻ കാണിച്ച മനസ്സ് ഓരോ വിശ്വാസിക്കും മാതൃകയാണ്. ദൈവനാമത്തിൽ ചോദിക്കപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ നൽകുവാൻ തയ്യാറായാൽ അവൻ നമ്മുടെ വസ്തുവകകൾ കർത്താവ് പ്രവേശിക്കും. ആ കഴുതക്കുട്ടിയെ കഥ എങ്ങനെയാണ്? ആ കഴുതക്കുട്ടിയെ പിന്നീട് ആ മനുഷ്യൻ ഒരു നിധി പോലെ സൂക്ഷിച്ചു എന്നും പറഞ്ഞു കേൾക്കുന്നു. പ്രിയമുള്ളവരെ, കഴുതക്കുട്ടിയുടെ ഉടമസ്ഥൻ കാണിച്ച മനസ്സ് നമ്മൾ ഓരോരുത്തരും മാതൃകയാക്കേണ്ടതാണ്. ദൈവിക കാര്യങ്ങളുടെ സഹകരണമാണ് ഇവിടെ കാണുന്നത്. ഒന്നും ബലമായി പിടിച്ചെടുക്കാനുള്ള ദൈവം മറിച്ച് വിട്ടുകൊടുക്കാനാണ്. സ്വയം മനസ്സാലെ ദൈവത്തിന് നൽകപ്പെടുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് കൊടുക്കപ്പെടുന്നത്, അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. 15-ാമത്തെ ചിന്ത നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന, അവർ പോയി പുറത്ത് തെരുവിൽ വാതിക്കൽ കെട്ടപ്പെട്ടിരിക്കുന്ന കഴുതക്കുട്ടിയെ കണ്ടുവന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വാക്ക് കേട്ട് അവർ യാത്ര ചെയ്തപ്പോൾ അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വാക്ക് കേട്ട് നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ വാക്ക് പോലെ ഭവിക്കും. ദൈവസന്നിധിയിൽ ഇന്ന് കർത്താവിൻ്റെ വാക്ക് കേട്ട് അവൻ പറഞ്ഞതുപോലെ വാക്ക് കേട്ട് സഞ്ചരിക്കാത്തത് കൊണ്ടാണ് അവൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടവേറാത്തത്. നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ, ആ ശിഷ്യന്മാർ ഇഷ്ടമുള്ള രീതിയിൽ വേറെ എവിടുന്നെങ്കിലും ഒരു കഴുതക്കുട്ടിയെ തേടിയല്ല പോയത്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവരനുസരിച്ച് പോയപ്പോൾ അവിടെ അവർ കഴുതക്കുട്ടിയെ കണ്ടെത്തി. അവർക്ക് കഴുതക്കുട്ടിയെ കാണുവാൻ സാധിച്ചു. നമ്മളും ഇതുപോലെ ആയിരിക്കണം. കർത്താവിൻ്റെ വാക്കനുസരിച്ച് നാം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ഈ 16-ാമത്തെ ചിന്ത നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, അവർ ആ കഴുതക്കുട്ടിയെ അഴിച്ചപ്പോൾ അവിടെ നിന്നവരിൽ ചിലർ കഴുതക്കുട്ടിയെ അഴിക്കുന്ന എന്തെന്ന് ചോദിച്ചു. ഇതൊരു വലിയ ചിന്തയാണ്. കാരണം ഇന്ന് കെട്ടപ്പെട്ട് കിടക്കുന്ന, തെരുവിൻ്റെ വാതിൽക്കൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അനേക കഴുതക്കുട്ടികൾ പാപത്തിൽ കിടക്കുന്ന മനുഷ്യരാണ്. അവരെ അഴിക്കുവാനായിട്ട്, അവരെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യർ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടും, മനുഷ്യർ മുഴുവൻ പരിഹസിക്കപ്പെടും. എന്തിനാണ് നീ അവനെ കൊണ്ടുവരുന്നത്? ഒരുത്തരം മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നൽകുവാനായിട്ട്, പാപത്തിൽ നിന്ന് വിടുതൽ നൽകി ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യർ മുഴുവൻ ചോദ്യം ചെയ്യും. പക്ഷേ ശിഷ്യന്മാർ അതിനൊന്നും ചെവിക്കൊണ്ടില്ല. കർത്താവ് പറഞ്ഞതുപോലെ അവരനുസരിച്ചു. പ്രിയമുള്ളവരെ, പാപത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ നാം വിടുവിക്കാൻ ശ്രമിക്കുമ്പോൾ ലോകം മുഴുവൻ അത് ചോദ്യം ചെയ്യും. പക്ഷേ കർത്താവിനനുസരിച്ച് നാം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. 17-ാമത്തെ ചിന്ത നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്, യേശു അവരോട് കൽപ്പിച്ചിരുന്നതുപോലെ അവരോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കഴുതക്കുട്ടിയെ അവർ കഴിക്കാൻ സാധിച്ചു. യേശു പറഞ്ഞതുപോലെ നാം ജീവിച്ചാൽ, നമുക്ക് അവൻ പറഞ്ഞതുപോലെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കെട്ടപ്പെട്ട അവസ്ഥയും അഴിക്കുവാനായിട്ട് സാധിക്കും. നിന്റെ ജീവിതം കെട്ടപ്പെട്ട അവസ്ഥയാണോ? നിന്റെ ജീവിതം തടയപ്പെട്ട ഒരവസ്ഥയാണോ? അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളും നിൻ്റെ ജീവിതത്തിലുണ്ടോ? യേശു പറഞ്ഞതുപോലെ അനുസരിക്കുക, ദൈവ പദ്ധതിക്ക് വേണ്ടി നിന്നെ വിട്ടുകൊടുക്കുക. അപ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിക്കും. കെട്ടപ്പെട്ട കഴുത എന്ന് പറയുന്നത് തടസ്സങ്ങളുടെ പ്രതിധ്വനിക്കുന്നതാണ്. തടസ്സങ്ങളുടെ, ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ സൂചിപ്പിക്കുകയാണ്. യേശു പറഞ്ഞതുപോലെ അനുസരിച്ചപ്പോൾ ആ കെട്ടുകൾ അഴിച്ചു മാറ്റുവാനായിട്ട് സാധിച്ചു.
ആ കഴുതക്കുട്ടിയുടെ കട്ടുകൾ അഴിച്ചു മാറ്റുവാൻ സാധിച്ചു. യേശു പറഞ്ഞപ്പോൾ ജീവിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭാരമേറിയ കെട്ടുകളും നിൻ്റെ ജീവിതത്തിൻ്റെ കെട്ടുകളും പൊട്ടിക്കുവാനായിട്ട് സാധിക്കും, അതിനഴിച്ചു മാറ്റുവാനായിട്ട് സാധിക്കും. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, തകർച്ചയുടെ കെട്ടുകൾ തകർക്കുവാൻ യേശുവിനെ അനുസരിക്കുക, യേശുവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. 18ാമത്തെ ചിന്ത നമുക്കിവിടെ 1-ാമത്തെ വാക്യം കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ആകരണത്തിൻ്റെ ആ മല, ഒലിവ് മലയ്ക്ക് സമീപമുള്ള ബത്ഫാഗയ്ക്കും ബഥാനിക്കും വരെ യെരൂശലേമിനടുത്തപ്പോൾ ഇവിടെ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത വലിയ അപ്രസക്തമായ 2 ഗ്രാമങ്ങളായിരുന്നു ബത്ഫാഗയും ബേഥനിയും. അത് സാധാരണ ഗ്രാമങ്ങളായിരുന്നെങ്കിൽ തന്നെ ദൈവം അവയെ മഹത്തായ ദൗത്യത്തിനായിട്ട് ഉപയോഗിച്ചു. ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ വിശുദ്ധമാകുന്നു. അവൻ്റെ പദ്ധതിയിൽ ഓരോ സ്ഥലത്തിനും അർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അവിടെ ആ സാധാരണ ഗ്രാമങ്ങളിലേക്ക് കർത്താവ് ആ കഴുതക്കുട്ടിയെ അവിടുന്ന് എടുക്കുക, അവിടുന്ന് തൻ്റെ യെരൂശലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ ഇടമായി തീർന്നു. പ്രിയമുള്ളവരെ, നിൻ്റെ വീട്, നിൻ്റെ കുടുംബം, നിൻ്റെ ജീവിതം അറിയപ്പെടാത്തൊരവസ്ഥയായിരിക്കാം, ശപിക്കപ്പെട്ടൊരവസ്ഥയായിരിക്കാം, മോശമായൊരവസ്ഥയായിരിക്കാം, സാധാരണമായൊരവസ്ഥയായിരിക്കാം. പക്ഷേ ദൈവം തിരഞ്ഞെടുത്താൽ അത് വിശുദ്ധമായി മാറും. ആ ബേത്ഫാഗയും ബേഥാനിയും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടപ്പോൾ ലോകത്തിൽ ആ 2 ചെറിയ ഗ്രാമങ്ങൾ, ഒരു പക്ഷേ യേശു ആ അനേക ഗ്രാമങ്ങളോട് സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ 2 ഗ്രാമങ്ങൾ കർത്താവ് ആ യെരൂശലേം ദേവാലയത്തിലേക്ക് ഉപയോഗിക്കുവാനായിട്ട് സുവിശേഷങ്ങളിലെല്ലാം കാണുവാൻ സാധിക്കും. അത് കർത്താവ് അവിടെ ഉപയോഗിക്കപ്പെടുന്നതിലൂടെ അത് ലോകം മുഴുവൻ അറിയപ്പെടുകയാണ്. ബൈബിളുള്ളിടത്തോളം കാലം, വേദപുസ്തകമുള്ളിടത്തോളം കാലം, ലോകമുള്ളിടത്തോളം കാലം, ക്രിസ്തീയ സഭയുള്ളിടത്തോളം കാലം, ലോകമുള്ളിടത്തോളം കാലം ആ ഗ്രാമങ്ങൾ അറിയപ്പെടുകയാണ്. അത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടപ്പോൾ ആ സാധാരണ ഗ്രാമങ്ങളെ വിശുദ്ധമായി തീർന്നു. കർത്താവ് അവിടെ വിശുദ്ധിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിലേക്ക്, സ്ഥലം ചെറുതാണെങ്കിലും ദൈവത്തിന് അത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ദൈവം സ്പർശിക്കുന്നിടത്ത് അനുഗ്രഹം വിരിയും. 19ാമത്തെ ചിന്ത നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, യേശുവിടെ പറയുകയാണ് 2-ാമത്തെ വാക്യത്തിൽ, നമുക്കെതിരുള്ള ആ ഗ്രാമത്തിലേക്ക് പോകുവിൻ. സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. ഇവിടെ കർത്താവ് എവിടെയെങ്കിലും പോയി ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവരാനല്ല പറയണത്, എവിടെയെങ്കിലും ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവരാനല്ല പറയണത്, മറിച്ച് നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവനെന്ന് പറയുകയാണ്. നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോവുകയെന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. യേശു കൽപ്പിച്ചതുപോലെ അവർ ആ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. യേശുവിൻ്റെ നിർദ്ദേശം വളരെ കൃത്യവും വ്യക്തവുമായിരുന്നു. നേരെ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ വാക്കുകൾക്ക് അവിടെ ചെന്നപ്പോൾ ഒരു കഴുതക്കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. ദൈവത്തിൻ്റെ വാക്കിന് വ്യക്തതയുണ്ട്, അത് വ്യക്തതയുടെ വെളിച്ചമാണ്. ദൈവം നമ്മെ നയിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾക്ക് വ്യക്തതയുണ്ട്, അതിൽ ആശയക്കുഴപ്പമില്ല. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ എപ്പോഴും ലക്ഷ്യബോധമുള്ളതാണ്. യേശുവിൻ്റെ നിർദ്ദേശം ശിഷ്യന്മാർക്ക് ആത്മവിശ്വാസം നൽകി. ദൈവത്തിൻ്റെ വാക്കുകൾ, നിർദ്ദേശങ്ങൾ നമ്മെ ശരിയായ വഴിയിലേക്ക് നയിക്കപ്പെടുക എന്നുള്ളതാണ്. അവൻ്റെ വാക്കുകൾ നമ്മെ യഥാർത്ഥമായ വഴിയിലേക്ക് നയിക്കുകയാണ്. ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിക്കുമ്പോൾ അനുഗ്രഹത്തിലേക്കുള്ള വഴിയാണ് തുറക്കപ്പെടുന്നത്. യേശുവിൻ്റെ നിർദ്ദേശം ശിഷ്യന്മാർക്ക് വ്യക്തമായിരുന്നു, അതവർ പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നിർദ്ദേശം ശിഷ്യന്മാർക്ക് ആത്മവിശ്വാസം നൽകി. ദൈവം നമ്മെ നയിക്കുമ്പോൾ ആശയക്കുഴപ്പമില്ല, അവൻ്റെ വാക്കുകൾ വെളിച്ചമാണ്. ഈ വചനം ദൈവത്തിൻ്റെ നിർദ്ദേശത്തിൽ, വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ 20ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ ഒരു 2ാമത്തെ വാക്യത്തിൽ നിങ്ങൾ അവിടെ ഒരു കഴുതക്കുട്ടിയെ കാണും. യേശുവിൻ്റെ ശിഷ്യന്മാർ അവിടെ എത്തുന്നതിന് മുമ്പേ അവിടെ ഒരു കഴുതക്കുട്ടി ഉണ്ടായിരുന്നു. ദൈവം നമ്മെ തന്നെ എത്തിക്കുന്നതിന് മുമ്പ് ഒരുക്കങ്ങൾ ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഒരുക്കം മനുഷ്യൻ്റെ ചിന്തയെ മറികടക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ അത്താനാസിയോസ് പറയുന്നത്, ദൈവത്തിൻ്റെ ഒരുക്കം ഒരിക്കലും വൈകുകയില്ല, അത് സത്യമായിരിക്കും. ദൈവം മുമ്പേ ഒരുക്കിയിരിക്കുന്നു. ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഓൾറെഡി. ദൈവം നമുക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കുന്നവനാണ്. നമ്മൾ നിരാശരാകുകയില്ല. ദൈവം സമയത്ത് ഒരുക്കുന്നു. അവൻ്റെ ഒരുക്കം കൃത്യവും പൂർണ്ണമാണ്.
ദൈവം മുമ്പേ ഒരുക്കുന്നവനാണ്. നമ്മെ നയിക്കുന്ന വഴികളിൽ മുമ്പേ പ്രവർത്തിക്കുന്നവനാണ്. അവൻ്റെ ഒരുക്കം നമ്മെ വഴി നടത്തുന്നു. യേശുവിൻ്റെ നിർദ്ദേശം അതിൻ്റെ തെളിവാണ്. ദൈവം നമുക്ക് മുമ്പേ വഴികൾ ഒരുക്കുന്നവനാണ്. അതുകൊണ്ട് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവൻ്റെ ഒരുക്കം കൃത്യവും പൂർണ്ണമാണ്. അവൻ നമ്മെ നയിക്കുന്ന വഴികളിൽ മുമ്പേ പ്രവർത്തിക്കുകയാണ്. ദൈവം ഒരിക്കലും വൈകിയില്ല. അവൻ്റെ ഒരുക്കത്തിൽ വിശ്വാസം വയ്ക്കണം. ഈ വചനം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വെളിപ്പെടുത്തുകയാണ്. 21ാമത്തെ ചിന്ത, ശിഷ്യന്മാർ പോയപ്പോൾ അവർ യേശു പറഞ്ഞതുപോലെ കാണുകയാണ്. ഒരു കഴുതക്കുട്ടിയെ കണ്ടെത്തുകയാണ്. ദൈവം അയക്കുന്നിടത്ത് വഴികൾ തുറക്കുന്നു. അവൻ്റെ വാക്കുകൾ ഒരിക്കലും തെറ്റില്ല. ഗോഡ് ഓപ്പൺസ് ദ വേ. വിശുദ്ധനായ കൈസരിയിലെ ബസേലിയോസ് പറയുകയാണ്, ദൈവം അയക്കുന്നിടത്ത് വഴികൾ തുറക്കപ്പെടുന്നു. വിശുദ്ധനായ എഫ്രേം പറയുകയാണ്, ദൈവത്തിൻ്റെ വാക്കുകൾ സത്യത്തിൻ്റെ വെളിച്ചമാണ്. പ്രിയമുള്ളവരെ, ദൈവം അയക്കുന്നിടത്ത് അവൻ്റെ വഴികൾ തുറക്കും. ദൈവം നമ്മെ അയക്കുന്നിടത്ത് അവൻ നമ്മുടെ മുമ്പിൽ നടക്കുന്നു. അവൻ്റെ സാന്നിധ്യം വഴികളെ തുറക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ സത്യത്തിൻ്റെ വെളിച്ചമാണ്. യേശുവിൻ്റെ വാക്കുകൾ ശിഷ്യന്മാർക്ക് ദിശയും ഉറപ്പും നൽകി. ദൈവത്തിൻ്റെ വാക്ക് ഒരിക്കലും തെറ്റുകയില്ല. ആയതുകൊണ്ട് നീ ഇന്നൊരു സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് പോകാനായിട്ടൊരു ഇടം തന്നിട്ടുണ്ടെങ്കിൽ, നീ അവൻ്റെ വാക്ക് കേട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീ നിരാശപ്പെടുകയില്ല. ദൈവം അവൻ നിനക്ക് മുമ്പേ അവിടെ വഴി തുറന്നിരിക്കും. ഈ വചനം ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശുവിനെ കഴുതയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന്മേൽ അവിടെ അങ്കി വിരിച്ചു. യേശുവിനെ അതിന്മേൽ കയറ്റിയിരുത്തി. ജനവും ശിഷ്യന്മാരുമെല്ലാം കഴുതയുടെ മേൽ വിരിച്ചത് അവരുടെ അങ്കികളായിരുന്നു, അവരുടെ സമർപ്പണങ്ങളായിരുന്നു. പ്രിയമുള്ള സഹോദര സഹോദരി, യേശുവിനെ പേറുന്ന വ്യക്തിയാണ് നീയെങ്കിൽ മനുഷ്യർ മുഴുവൻ അവരുടെ അങ്കികൾ, അവരുടെ സകലതും നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, മറിച്ച് യേശുവിനോടുള്ള ബഹുമാനം എന്നാണ്. അങ്കി എന്നത് വ്യക്തിയുടെ മാനവും സ്ഥാനവും പ്രതിനിധീകരിക്കുന്നു. അതിനെ കഴുതയുടെ പുറത്ത് വിരിച്ചത് യേശുവിനെ ഇരുത്തി വരുന്ന കഴുതയായതുകൊണ്ട് മാത്രമാണ്. നീ യേശുവിനെ പേറുന്ന കഴുതയാണെങ്കിൽ മനുഷ്യർ അവരുടെ സ്ഥാനങ്ങളും ബഹുമാനമെല്ലാം നിൻ്റെ മേൽ നൽകും. അതുകൊണ്ട് യേശുവിനെ പേറുന്ന വ്യക്തിയായി നിനക്ക് മാറുവാൻ സാധിക്കണം. ഇവിടെ വലിയ പുരുഷാരം, പെരുന്നാളിന് വന്നിരിക്കുന്ന വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വന്ന് കണ്ടപ്പോൾ അവർ ദെക്ലായുടെ കൊമ്പുകളെടുത്ത് അവനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. അത് വലിയൊരു ചിന്തയാണ്. യേശുവിനെ സ്വീകരിച്ച ജനങ്ങൾ യേശുവിൻ്റെ വരവ് കേട്ടപ്പോൾ ആവേശത്തോടെ പുറപ്പെട്ടു. അവരുടെ ഹൃദയത്തിൻ്റെ പ്രതീക്ഷയും സന്തോഷം നിറഞ്ഞിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യം മനുഷ്യരുടെ ഹൃദയത്തെ ഉണർത്തുന്ന ശക്തിയാണ്. വിശുദ്ധ എഫ്രേം പറയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യൻ്റെ ആത്മാവിനെ പുതുതാക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശുവിൻ്റെ സാന്നിധ്യമുള്ളിടത്തേക്ക് വലിയ പുരുഷാരം കടന്നു വന്നതുപോലെ യേശുവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് ദേവാലയത്തിലേക്ക്, യേശുവിൻ്റെ വചനം കേൾക്കുന്ന കൺവെൻഷൻ പന്തലിലേക്ക്, യേശുവിൻ്റെ കർത്താവിന് തിരുശരീരത്തെ എടുത്ത് ആഘോഷിക്കുന്ന ദേവാലയത്തിലേക്ക്, യേശുവിൻ്റെ ജനം കിടക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് യേശുവിൻ്റെ സ്വീകരിക്കാൻ ഓടിയതുപോലെ നമുക്കും ഓടുവാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഇവിടെ ദെക്ലായുടെ കൊമ്പുകൾ, കുരുത്തോലകൾ, ഇത് സിമ്പിൾ ഓഫ് പാം ബ്രാഞ്ചസ്. ഈ സാധാരണഗതിയിൽ വിജയം ആഘോഷിച്ചു വരുമ്പോഴാണ് ആ നാടുകളിൽ ഈ കൊമ്പുകൾ ഉയർത്തപ്പെടുന്നത്. ആ കൊമ്പുകൾ വിജയത്തിൻ്റെ പ്രതീകമാണ്. ജനങ്ങൾ യേശുവിനെ വിജയായ രാജാവായി സ്വീകരിക്കുകയാണ്. ഇത് യേശുവിനെ രാജാവായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവർ ആനയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശുവിനെ രാജാവായിട്ട്, നിന്റെ രക്ഷിതാവും നിന്റെ രക്ഷകനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായിട്ട് സ്വീകരിക്കുവാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ ജീവിതത്തിലെ കർത്താവ് കടന്നു വരും. യേശുവിൻ്റെ വിജയം പാപത്തിന്മേലാണ്. ആ കൊമ്പോൾ യേശുവിൻ്റെ ആത്മീയ വിജയത്തെ പ്രഖ്യാപിക്കണം. അവൻ പാപത്തെയും മരണത്തെയും ജയിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വരവ് മനുഷ്യരുടെ രക്ഷയുടെ തുടക്കമാണ്. ജനങ്ങളത് തിരിച്ചറിഞ്ഞ് ശ്രദ്ധിച്ചു. ദൈവത്തിൻ്റെ വിജയം മനുഷ്യജീവിതത്തിൻ്റെ പുതുതാക്കുകയാണ്.
അവൻ്റെ വിജയം നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമാണ്. ആ കൊമ്പുകൾ വിജയത്തിൻ്റെ പ്രതീകമാണ്. യേശുവിനെ വിജയിയായ രാജാവായി സ്വീകരിക്കണം. അവൻ്റെ വിജയം നമ്മെ പുതുതാക്കുകയാണ്. 25-ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, വലിയ പുരുഷാരം അവൻ വരുന്നു കേട്ടപ്പോൾ ദക്ലാ കൊമ്പുകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു എന്നാണ്. അവരവിടെ താമസിച്ചില്ല. യേശുവിനെ കാണുവാനായിട്ട് പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു. പ്രിയമുള്ള സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ യേശുവിനെ കാണുവാൻ നീ പെട്ടെന്ന് പുറപ്പെടുന്നു. നാളേക്ക് മാറ്റി വയ്ക്കരുത്. യേശു വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശു നിന്റെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അവനെ സ്വീകരിക്കുവാൻ പെട്ടെന്ന് പുറപ്പെടണം. നാളേക്ക് മാനസാന്തരം ഇന്നെന്നുള്ള നാളേക്ക് മാറ്റി വയ്ക്കരുത്. ആ കൊമ്പുകളെടുത്ത് അവനെ സ്വീകരിക്കുവാൻ, ആ വിജയായ കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട്, അവനോടൊപ്പം യെരുശലേമിലേക്ക് പോകുവാനായിട്ട് ഒരുക്കത്തോടുകൂടി നാം പെട്ടെന്ന് കൊമ്പുകളെടുത്ത് കർത്താവിനെ സ്വീകരിക്കാൻ അവർ വന്ന പോലെ നമ്മളും തയ്യാറാകേണ്ടിയിരിക്കുന്നു. അവർ കേട്ടപ്പോൾ അവിടെ ഇരുന്നില്ല. വരവ് കേട്ടപ്പോൾ അവർ പെട്ടെന്ന് എഴുന്നേറ്റു. കർത്താവിൻ്റെ വരവ്, രണ്ടാമത്തെ വരവ് സമീപിച്ചിരിക്കുകയാണ്. നാം ഇരിക്കരുത്, എഴുന്നേൽക്കണം, പെട്ടെന്ന് യാത്ര ആരംഭിക്കണം. യേശുവിനോടൊപ്പമുള്ള യാത്ര അത് ഏറ്റവും മനോഹരമാണ്. അത് വിജയത്തിലേക്കുള്ള യാത്രയാണ്. 26-ാമത്തെ ചിന്ത, അവർ അവനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു എന്നാണ്. ഈ കാലഘട്ടത്തിൽ വലിയൊരു പ്രത്യേകത ഈ ചിന്തയ്ക്കുണ്ട്. യേശുവിനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട്, അവനെ സ്വീകരിക്കുവാനായിട്ട് ജനം തയ്യാറായി. ഇന്ന് യേശുവിനെ സ്വീകരിക്കാത്ത അനേക ഹൃദയങ്ങളുണ്ട്. അവനോടൊപ്പം രണ്ടാമത് നമ്മെ ചേർക്കാൻ വരുമ്പോൾ അവനോടൊപ്പം ചിറകട്ടടിച്ച് പറന്നു പോകുവാൻ ഹൃദയം ഒരുക്കാത്ത അനേകരുണ്ട്. ഇതാ ഈ വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. ആ ജനം യേശുവിനെ വരുന്നുണ്ടെന്ന് അറിഞ്ഞ വഴി തന്നെ അവരുടെ ഹൃദയം അതിനുവേണ്ടി ഒരുക്കി. പ്രിയപ്പെട്ട സഹോദര സഹോദരി, തയ്യാറായ ഹൃദയമാണ് അനുഗ്രഹം സ്വീകരിക്കുന്നത്. യേശുവിനെ സ്വീകരിക്കുവാൻ സന്നദ്ധമായൊരു ഹൃദയം നീ ഒരുക്കേണ്ടിയിരിക്കുന്നു. പാപത്തിൻ്റെ വഴികളെല്ലാം മാറ്റിക്കളയാം. യേശുവിനെ സ്വീകരിക്കുന്ന ജീവിതത്തെ പുതുക്കുന്ന അവസ്ഥയാണ്. ആ ജനം യേശുവിനെ സ്വീകരിക്കാൻ അവരുടെ മനസ്സ് തുറന്നു കൊടുത്തു. അവത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. ഈ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കുവാൻ, അവൻ്റെ രണ്ടാമത്തെ വരവിൽ അവനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടുക, അതിനുവേണ്ടി തുറന്നു കൊടുക്കുക. 27-ാമത്തെ ചിന്ത, അവരുടെ വസ്ത്രങ്ങൾ അവൻ്റെ മുമ്പാകെ വിരിച്ചു. ഈ വസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ വസ്ത്രം ആദ്യമേ ഏദൻ തോട്ടത്തിൽ വെച്ച് വസ്ത്രം നൽകിയവനാണ് കർത്താവ്. ഇതാ ചിന്തകരിങ്ങനെ പറയുകയാണ്, ഇവിടെ വസ്ത്രം വിരിക്കുമ്പോൾ ഇതാ പാപത്തിൽ ആണ്ടുപോയ അവസ്ഥയിൽ അതിനുശേഷം വസ്ത്രം ധരിപ്പിച്ചു. ഇതാ ഞങ്ങൾ ആ വസ്ത്രം തിരികെ തരികയാണ്. ഇനി ആ പഴയ അവസ്ഥയിലേക്ക്, പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദ്യ മാതാപിതാക്കളായ ആദമിൻ്റെ ഹവ്വയുടെ അവസ്ഥയിലേക്ക് ഞങ്ങളെ ആനയിക്കുക എന്നോട് അർത്ഥമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ വസ്ത്രം വിരിക്കുന്നത് വിനയത്തിൻ്റെയും കൂടി അടയാളമാണ്. യേശുവിൻ്റെ മുമ്പിൽ നാം വിനയത്തോടെ വസ്ത്രം വിരിച്ച ജനങ്ങൾ വിനയത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്ന പോലെ യേശുവിൻ്റെ മുമ്പിൽ വിനയം ആവശ്യമാണ്. ദൈവം വിനയമുള്ളവരെ ഉയർത്തുകയാണ്. വസ്ത്രം വിരിച്ച ജനങ്ങൾ യേശുവിനെ വിനയത്തോടെ സ്വീകരിച്ചു. വിനയം അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ്. കൊമ്പുകൾ വൃക്ഷങ്ങളുടെ ചില്ലകൾ വെട്ടി വഴിയിൽ വിതറി എന്നാണ്. വൃക്ഷച്ചില്ലുകൾ വിതറുക എന്നത് ആ കാലഘട്ടത്തിൽ സന്തോഷത്തിൻ്റെ അടയാളമായിരുന്നു. യേശുവിൻ്റെ വരവിനെ അവർ ആഘോഷിച്ചു. യേശുവിൻ്റെ സാന്നിധ്യം സന്തോഷത്തിൻ്റെ ഉറവിടമാണ്. പ്രിയമുള്ള സഹോദര സഹോദരി, യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് സന്തോഷിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അവനെ ആഘോഷിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ അവൻ്റെ തിരുവചനങ്ങൾ പ്രഘോഷിക്കുന്ന കൺവെൻഷനുകൾ, അല്ലെങ്കിൽ അവൻ്റെ സാന്നിധ്യം നിറഞ്ഞിരുന്ന ഇടങ്ങളൊക്കെയും നമുക്ക് സന്തോഷത്തിൻ്റെ ഇടങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നതാണോ? അല്ലെങ്കിൽ തിയേറ്ററിലൊരു സിനിമയ്ക്ക് പോകുന്നതാണോ? അതോ കർത്താവിനോടൊപ്പം ചേർന്നിരുന്ന് തിരുവചനം കേൾക്കുകയോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതാണോ നമുക്ക് സന്തോഷം പകർന്ന് തരുന്നത് എന്നുള്ള ചോദ്യം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ചോദ്യമാണ്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ക്രിസ്തുവിനോടൊപ്പം വൃക്ഷങ്ങളിൽ ചില്ലുകൾ വിതറുന്ന സന്തോഷം പങ്കിടുവാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്.
അവൻ്റെ സാന്നിധ്യം സന്തോഷത്തിൻ്റെ ഉറവിടമായി അതിൻ്റെ ആഘോഷമാക്കി മാറ്റുവാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ഹൃദയം ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി മാറ്റപ്പെടുകയാണ്. വൃക്ഷച്ചില്ലകൾ വിതറുക സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. അവൻ്റെ യേശുവിൻ്റെ വരവിനെ ആഘോഷമാക്കുകയാണ്. യേശുവിൻ്റെ വരവ് ആഘോഷിക്കപ്പെടണം. സന്തോഷം ദൈവിക അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. ഈ വചനം യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. 29ാമത്തെ ചിന്ത, അവരുടെ വസ്ത്രങ്ങൾ കർത്താവിന് സമർപ്പിച്ചു എന്നല്ല, അത് വഴിയിൽ വിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചു, ആ വഴിയിൽ എത്ര പേര് നടക്കുന്നതായിരിക്കാം. ആ വസ്ത്രങ്ങളിലൂടെയൊക്കെ ആളുകൾ നടന്ന് ചവിട്ടി പോകുന്നുണ്ടായിരിക്കാം. ആ കാലഘട്ടത്തിൽ വസ്ത്രത്തിന് ഭയങ്കര വിലയായിരിക്കാം. കാരണം വലിയ വില ഉണ്ട് വസ്ത്രത്തിന്. കാരണം യേശുവിൻ്റെ അങ്കി അവർ കീറാതെ ചീട്ടിട്ടെടുക്കുകയാണ്. നമുക്ക് കാണുവാൻ സാധിക്കും, വസ്ത്രം വളരെ വിലപിടിച്ചുള്ളതാണ്. ആ വിലപിടിച്ചുള്ള സകലതും ആ വഴിയിൽ പിരിക്കുകയാണ് അവർ. പ്രിയമുള്ളവരെ, തങ്ങളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യത്തിലൊന്നായിരിക്കും അവൻ്റെ വസ്ത്രം. അതിനെയും കർത്താവിന് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിലപിടിപ്പുള്ളത് എന്താണ്? അത് കർത്താവിന് സമർപ്പിക്കുമ്പോൾ നിൻ്റെ ശരീരം, നിൻ്റെ മനസ്സ്, നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആഗ്രഹങ്ങൾ, ഇച്ഛകളെല്ലാം യേശുവിന് വേണ്ടി നീ ത്യജിക്കുമ്പോൾ യേശു നിന്നെ മാനിക്കും. നീ നോമ്പ് കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നിനക്ക് പല ഭക്ഷണ പദാർത്ഥങ്ങളും കൊതിയായിരിക്കാം, അതിൽ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം. പക്ഷേ യേശുവിന് വേണ്ടി ആ നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിന്നെ തന്നെ യേശുവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദൈവം നിനക്ക് അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ടു തരും. നിനക്ക് വേണ്ടി വഴികൾ തുറക്കും. അതുകൊണ്ട് ആ വസ്ത്രം വഴിയിൽ വിരിച്ചതുപോലെ നിനക്കുള്ള സകലത്തിനെയും അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറാകണം. 30ാമത്തെ ചിന്ത ഇവിടെ പറയുന്നത്, ചില എഴുത്തുകാർ പറയുന്നത്, ആ വിതറിയ വൃക്ഷച്ചില്ലകളെല്ലാം ചിലത് ഒലിവിൻ്റെയും ഉണ്ടായിരുന്നു. ഒലിവിന്തൽ തലകളെടുത്ത് ഊശാന പാടിയെന്ന് നമ്മൾ പാടുന്നുണ്ട്. അവരുടെ വൃക്ഷം, ആ കാലഘട്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വൃക്ഷം എന്ന പ്രധാനമായിട്ട് ഒലിവിലകളാണ്. നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും, സമാധാനത്തിൻ്റെ ഒരു ഒലിവില കൊത്തിയെടുത്തുകൊണ്ട് നോഹ പെട്ടകത്തിന് പുറത്തുവിട്ട പക്ഷി കടന്നു വന്നതുപോലെ ഈ സമാധാനത്തിൻ്റെ രാജകുമാരൻ കടന്നു പോകുമ്പോൾ അതേ വൃക്ഷച്ചില്ലകൾ അവർ വെട്ടിയിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ വരവ് സമാധാനത്തിൻ്റെ വരവാണ്. വൃക്ഷച്ചില്ലകൾ വിതറുക എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ അടയാളമാണ്. അത് പ്രത്യാശയുടെ അടയാളമാണ്. അവൻ്റെ സാന്നിധ്യം ഹൃദയം പുതുക്കുകയാണ്. നീ തകർന്നിരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം, പതറിയിരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം, നിരാശയുടെ നടുവിലൂടെ പോകുന്ന വ്യക്തിയായിരിക്കാം. ഇതാ, നീ വൃക്ഷച്ചില്ലകൾ അവൻ്റെ മുമ്പാകെ വെട്ടിയിടുമ്പോൾ ഇതാ കർത്താവ് നിനക്ക് സമാധാനവും ശാന്തിയും നൽകും. ഇവിടെ 31ാമത്തെ ചിന്ത ഓർപ്പിക്കണം. അവർ ഒലിവുമലയുടെ ഇറക്കത്തോടടുത്തപ്പോൾ ശിഷ്യകൾ മുഴുവൻ തങ്ങൾ കണ്ടത് അത്ഭുതങ്ങൾ നിമിത്തം സന്തോഷിച്ച് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ബോൺ ഫ്രം റിമെമ്പറിംഗ് മിറക്കിൾസ്. അതേ 31ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. തങ്ങൾ കണ്ടതായ അത്ഭുതങ്ങൾ നിമിത്തം ശിഷ്യന്മാർ ദൈവത്തെ സ്തുതിച്ചു. ദൈവം നൽകിയിരിക്കുന്ന അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയുവാൻ സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നാം ഓർക്കണം, ഓർമ്മിക്കുന്ന സ്തുതിയിലേക്ക് നയിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഓർക്കുന്ന സ്തുതിയുടെ തുടക്കമാണ്. ശിഷ്യന്മാർ കണ്ട അത്ഭുതങ്ങൾ അവരെ സ്തുതിയിലേക്ക് നയിച്ചു. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓർക്കുമ്പോൾ വിശ്വാസം വളരും. സ്തുതി ദൈവിക അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ കൂറിലോസ് ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓർക്കുന്ന ഹൃദയം സ്തുതിയാൽ നിറയും. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തെളിവുകളാണ്. ആയതുകൊണ്ട് ശിഷ്യന്മാർ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നിമിത്തോർത്ത് ദൈവത്തെ സ്തുതിച്ചു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ സ്തുതിക്കുവാൻ നാം തയ്യാറാകണം. 32ാമത്തെ ചിന്ത ഇവിടെ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശിഷ്യന്മാർ അവിടെ ചെയ്യുന്നത് ശിഷ്യഗണം മുഴുവനും
തങ്ങൾ കണ്ടതായ അത്ഭുതങ്ങൾ നിമിത്തം സന്തോഷിച്ചെന്നാണ്. അവിടെ ഏതെങ്കിലും ഒരു ശിഷ്യൻ മാറി നിന്നൊന്നുമല്ല, ശിഷ്യഗണം മുഴുവനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒന്നിച്ചുള്ള സ്തുതി സ്വർഗത്തിൻ്റെ ശബ്ദമാണെന്നാണ് കൈസരയിലെ ബസേലിയോസ് പറയുന്നത്. ഒന്നിച്ചുള്ള ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ സിംഹാസനമാണെന്നാണ് മറ്റൊരു സഭാപിതാവ് പറയുന്നത്. ശിഷ്യന്മാർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു. കൂട്ടായ സ്തുതി നടക്കുന്ന ഒരിടമാണ് വിശുദ്ധ ദേവാലയം, വിശുദ്ധ ബലിയർപ്പണം. അവിടെ പുരോഹിതൻ മാത്രമല്ല സ്തുതിക്കുന്നത്, എല്ലാവരും സ്തുതിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ മുഴങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, കൂട്ടായ സ്തുതി ദൈവിക അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. ഒരുമിച്ചുള്ള ഹൃദയങ്ങൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു. നമ്മൾ ഒരുമിച്ച് സ്തുതിക്കണം. ഒരുമിച്ചുള്ള ആരാധന പ്രധാനപ്പെട്ടതാണ്. ഈ കാലഘട്ടങ്ങളിൽ കുറച്ച് പേര് ദേവാലയത്തിൽ വരാതിരിക്കുന്നു, അതിൽ കുറച്ച് പേര് പ്രാർത്ഥനായോഗത്തിന് വരാതിരിക്കുന്നു, കൺവെൻഷൻ വരാതിരിക്കുന്നു. അങ്ങനെയല്ല, ശിഷ്യഗണം മുഴുവനും ദൈവത്തെ സ്തുതിച്ചു എന്നാണ്. ക്രിസ്ത്യാനി എന്ന ആ വാക്കിനർത്ഥം തന്നെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനെന്നാണ്. അവിടെ ക്രിസ്തുവിനെ അനുകരിച്ച ശിഷ്യഗണം മുഴുവൻ സ്തുതിക്കുകയുണ്ടായി. ഈ കാലഘട്ടങ്ങളിൽ കൂട്ടായ സ്തുതികളുടെ അപര്യാപ്തത വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. ദൈവം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഒരുമിച്ചുള്ള ഹൃദയങ്ങളിൽ ദൈവം വസിക്കുകയാണ്. ഈ വചനം ഒരുമയുടെ പാഠം പഠിപ്പിക്കുകയാണ്. കൂട്ടായ സ്തുതിക്കാൻ കഴിയാത്തവരെ അല്ലാത്തവരെയും ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ച് സ്തുതിക്കുവാൻ, ശിഷ്യഗണം മുഴുവൻ ഒരുമിച്ച് സ്തുതിച്ചതുപോലെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 33-ാമത്തെ ചിന്ത നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഓശന്ന വിളിക്കുകയാണ്. ഓശാന ഹോസന്ന ഹോസന്ന, ഓശാന ഓശാന എന്ന് വിളിക്കുകയാണ്. എൻ്റെ അർത്ഥം സന്തോഷത്തോടെ ദൈവമേ രക്ഷിക്കണമേ, ദൈവമേ രക്ഷിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കും. അതെ, നമ്മൾ കർത്താവിൻ്റെ യെരൂശലേം ദേവാലയത്തിലേക്കുള്ള യാത്ര ശിഷ്യന്മാർ ജനങ്ങളും കർത്താവെ ഇപ്പോൾ രക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ആ കാലഘട്ടങ്ങളിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു യഹൂദഗണം മുഴുവൻ. അവർക്ക് രക്ഷകനായ മെസ്സിഹ വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇതാ കർത്താവിനോട് ഓർമ്മയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ആ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ യഥാർത്ഥ രക്ഷകനാണെന്നുള്ള വെളിപ്പെടുകയാണ്. അന്ത്യോക്യയിലെ വിശുദ്ധ സേവേറിയോസ്, മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ല എപ്പോഴും പ്രസംഗിച്ചവനായ സേവേറിയോസ് പാത്രികസ് പറയുകയാണ്, ഓശാന എന്നതൊരു കേവലം ഒരു സ്തുതിയില്ല, മറിച്ച് പാപക്കടലിൽ മുങ്ങുന്നവൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള യാചനയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, രക്ഷയ്ക്കായൊരു നിലവിളിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ ഓശാന എന്ന് പറഞ്ഞ്? അതുകൊണ്ടാണ് നമ്മുടെ കൗമ തുടങ്ങുന്നതിന് മുമ്പ്, പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഉയരങ്ങളിൽ സ്തുതി എന്നുള്ള ആ പ്രാർത്ഥന ചൊല്ലുന്നത്. വന്നതിന് വരുവായിക്കാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ഓശാന സ്തുതികൾ പാടുകയാണ്. ഓശാന എന്ന പാട്ടുകൾ ഈ ഓശാന ദിവസം അനേക തവണ ഓശാന ഓശാന എന്ന് പാടുന്നുണ്ട്. ഓശാനകൾ പാടുന്നത് ജനങ്ങൾ പാടിയ ഓശാന അവരുടെ ഉള്ളിലെ ദാഹത്തിൻ്റെ പ്രതിഫലമായിരുന്നു. വെല്ലുവിളികൾക്കിടയിൽ, പ്രതിസന്ധികൾക്കിടയിൽ, ദുഃഖങ്ങൾക്കിടയിൽ, കണ്ണുനീരുകൾക്കിടയിൽ ഓശാന പാടുകയാണ്. എന്തിനെന്നറിയോ? അവർക്ക് രക്ഷ ആവശ്യമാണ്. ഇന്നീ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കൊരു രക്ഷ ആവശ്യമാണ്, നിനക്കൊരു വിടുതൽ ആവശ്യമാണ്. നീ കർത്താവിനെ വിളിക്കുക, അവൻ ഓശാന പാടുക, അവൻ നിന്നെ വിടുവിക്കും. 34-ാമത്തെ ചിന്തയോടെ പറയണം, അത്യുന്നതങ്ങളിൽ ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന. നമുക്കിവിടെ കാണുവാൻ സാധിക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അത്യുന്നതങ്ങളിൽ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുകയാണ്. നമുക്കിടെ പാതിരാത്രിയുടെ നമസ്കാര അവസാനം മാലാഖമാരുടെ സ്തുതിപ്പിൽ അത്യുന്നതങ്ങൾ എന്നുള്ള പ്രാർത്ഥന, ആ പാതിരാത്രി നമസ്കാരത്തിൽ പറയുകയാണ്, അത്യുന്നതങ്ങൾ സ്വർഗത്തിലെ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്ന പോലെ ബലഹീനരും മൺമരുമായി ഞങ്ങളെ സ്തുതിച്ചു പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ച് അഗ്നിമയനായ ഇഗ്നാത്യോസ് നൂറാന പറയുകയാണ്, മാലാഖമാരുടെ സ്തുതിയോടൊപ്പം ചേരുമ്പോഴാണ് മനുഷ്യൻ്റെ ആരാധന പൂർണ്ണമാകുന്നത്. ഭൂമിയിലെ സ്തുതിപ്പുകൾ സ്വർഗത്തിലെ മാലാഖമാരുടെ ഗീതങ്ങളുമായി ഒന്നിക്കുന്ന നിമിഷമാണ്. അവിടെ 2 സ്തുതികളാണ്. സ്വർഗത്തിലും ഭൂമിയിലും ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് അത്യുന്നതങ്ങൾ എന്ന വാക്ക് ആരാധനയുടെ സ്വർഗീയ സ്വഭാവത്തെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ആരാധനകൾ കേവലം ലൗകികമല്ല, മറിച്ച് ദൈവസിംഹാസനത്തോളം എത്തുന്നവളായിരിക്കണം. ആരാധിക്കുമ്പോൾ സ്വർഗീയ ആരാധനയുടെ ഭാഗമായിരിക്കണം. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഈ മാലാഖമാരുടെ സ്തുതിപ്പ് നമ്മുടെ നിത്യമുള്ള പ്രാർത്ഥനയിൽ കൊടുത്തിരിക്കുന്നത്. അത്യുന്നതങ്ങളിലെ ഓശാന വിളികൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്നു.
മനുഷ്യർ തങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നിത്യം നോക്കി വിളിക്കുകയാണ്. സ്തുതിപ്പുകൾ ആദരങ്ങളിൽ നിന്ന് മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് ഉയരണം. തങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കണം. ആരാധനയുടെ പൂർണ്ണത സ്വർഗീയ അനുഭവമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന നാം ഒരിക്കലും മടുപ്പ് കാണിക്കരുത്. അവിടുത്തെ രാജ്യം അത്യുന്നതമാണ്. സ്തുതികളാൽ നമുക്ക് അവിടുത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകണം. 35-ാമത്തെ വചനം പറയുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നാണ്. വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് പറയുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വിശുദ്ധനായ അത്താനാസ്യൂസ് പറയുകയാണ്, വാഴ്ത്തപ്പെട്ടവൻ നമ്മെ വാഴ്ത്താനായി ദാസരൂപം ധരിച്ച് മണ്ണിലിറങ്ങി വന്നു. ഇതാ, നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിലാണെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെടുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വാഴ്ത്തപ്പെട്ടവനായ രാജാവായ കർത്താവ് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ദൈവപുത്രനെ വാഴ്ത്തുന്നത് വിശ്വാസികളുടെ കടമയാണ്. ജനങ്ങൾ പാടിയ വചനം സങ്കീർത്തനങ്ങളിലെ വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും സ്തുതികളുണ്ടായിരിക്കണം. വാഴ്ത്തപ്പെട്ടവനായ ക്രിസ്തുവിനെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. അതുകൊണ്ടാണ് നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ കൃപ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന നാം ചൊല്ലുന്നത്. ദൈവപുത്രനെ വാഴ്ത്തുന്നത് വിശ്വാസികളുടെ കടമയാണ്. വാഴ്ത്തപ്പെട്ടവനായ ക്രിസ്തുവിനെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. അവിടുത്തെ വരവ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നു. സ്തുതിക്കുന്ന ഹൃദയങ്ങളിൽ ദൈവം വസിക്കുന്നു. ലോകത്തിൻ്റെ നിന്നയേക്കാൾ ദൈവത്തിൻ്റെ വാഴ്ത്തൽ നാം ആഗ്രഹിക്കണം. അവിടുത്തെ നാം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഓരോ ശ്വാസത്തിലും നമുക്ക് പറയണം, കർത്താവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ, യേശുവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ, യേശുമിശിഹ വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കൃപ നിറഞ്ഞ പ്രാർത്ഥനയിൽ എപ്പോഴും പറയുന്നുണ്ട്, യേശുമിശിഹ നിൻ്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെടട്ടെ, വാഴ്ത്തപ്പെടട്ടെ, വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനെ വാഴ്ത്തുവാൻ നാം തയ്യാറാകണം. അതേ 36-ാമത്തെ ചിന്ത നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, ട്രഡീഷൻ ആൻഡ് ഹോപ്പ്, പാരമ്പര്യവും പ്രത്യാശയും. നമ്മുടെ പിതാവായ ദാവീദിനെ വരാനിരിക്കുന്ന രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. ദാവീദിൻ്റെ വംശാവലിൽ നിന്ന് വരുന്ന മെസ്സിയായെക്കുറിച്ച് പഴയ നിയമം നൽകിയ പ്രത്യാശയാണിത്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ വാഗ്ദാനങ്ങൾ നിറവേറുന്ന കണ്ട് ജനങ്ങൾ, തങ്ങളുടെ പിതാക്കന്മാരുടെ വാഗ്ദാനങ്ങൾ കണ്ട് നിറവേറുന്ന കണ്ട് ജനങ്ങൾ സന്തോഷിക്കുകയാണ്. വിശ്വാസം പാരമ്പര്യത്തിൽ അധിഷ്ഠിതവും പ്രത്യാശകൾ വളർന്നതുമാകുന്നത് കാണിക്കുകയാണ്. വിശുദ്ധനായ എബ്രായർ പറയുകയാണ്, പഴയ വേരുകളിൽ നിന്ന് പുതിയ ശാഖയായി ക്രിസ്തു മുളച്ചു വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പാരമ്പര്യങ്ങളെല്ലാം മുറുകെ പിടിക്കാൻ പറയുകയാണ്. പിതാവായ ദാവീദിൻ്റെ രാജ്യം എന്നതിലൂടെ തങ്ങളുടെ വേരുകളെയാണ് ജനങ്ങൾ അടയാളപ്പെടുന്നത്. ക്രിസ്തു ആ രാജ്യത്തെ ആത്മീയമായി പൂർത്തീകരിച്ചു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറാൻ കാത്തിരിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് പാരമ്പര്യങ്ങളിലൂടെ, തലമുറകളിലൂടെ കൈമാറപ്പെടുന്ന ഒരു നിധിയാണ്. ആ നിധി നാം ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം. വാഗ്ദത്തങ്ങൾ നിറവേറുന്ന നിമിഷമാണിത്. ജനക്കൂട്ടത്തിൻ്റെ ആവേശം അവരുടെ പ്രത്യാശയുടെ ഫലമാണ്. ക്രിസ്തുവിൽ സകല വാഗ്ദത്തങ്ങളും ആമേൻ എന്നായിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുമ്പോൾ സമാധാനം ലഭിക്കും. ദാവീദിൻ്റെ പുത്രനായ ക്രിസ്തു നമ്മുടെ രാജാവാണ്. അവിടുത്തെ രാജ്യം എന്നേക്കും നിലനിൽക്കും. 37-ാമത്തെ ചിന്ത, അവരെ യേശുവിനെ സ്തുതിച്ച് അട്ടഹസിച്ചു കൊണ്ടിരുന്നു. ഉച്ചത്തിൽ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ഊശാന എന്ന് പറഞ്ഞ് അവർ അട്ടഹസിച്ചു കൊണ്ടിരുന്നു. അവരുടെ അട്ടഹാസം, ഹൃദയം തുറന്നുള്ള അട്ടഹാസം, ഹാർട്ട്ഫെൽറ്റ് പ്രൊക്ലമേഷൻ, ലൗഡ്ലി പ്രൊക്ലമേഷൻ, അത് വലിയൊരു അട്ടഹാസമായിരുന്നു. ഉള്ളിലെ വികാരങ്ങളുടെ ബഹിർസ്ഫുരണമാണ്. ഭയമില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ ഹൃദയം തുറന്നുള്ള സ്തുതിപ്പ് പിശാചിനെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. ഒരിക്കലും പിശാച് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധനായ സ്വർണ്ണനാവുകാരൻ യുവാനിസ് പറയുന്നത്, മൗനമായ ഭക്തിയേക്കാൾ ചിലപ്പോൾ ഹൃദയം തുറന്നുള്ള സ്തുതിപ്പ് പിശാചിനെ അർപ്പിക്കുന്നു എന്ന്. ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ദൈവത്തെ സ്തുതിച്ച് അട്ടഹസിച്ച് പറയുന്നത് നാം ലജ്ജിക്കരുത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ പറയുന്നത്, നാം അട്ടഹസിച്ച് പറയണം, പിതാവും പുത്രനും പരിശുദ്ധരുമായെല്ലാം വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനാകുന്ന ശുശ്രൂഷക്കാരൻ പറയണം. നാം ഉച്ചത്തിൽ അട്ടഹസിച്ച് പറയണമെന്ന് വിശുദ്ധ കുർബാനയിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്. അതേ, നമ്മൾ മിണ്ടാതിരിക്കരുത് ഒരു കാരണവശാലും. ആരാധന
സുറ്റതുള്ളതായിരിക്കണം. ചടങ്ങുകൾക്കപ്പുറത്ത് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇടമായി മാറിക്കണം. പ്രിയപ്പെട്ടവരെ, ഭയമില്ലാതെ സ്തുതിപ്പിൻ്റെ അടയാളമാണിത്. യേശുവിനെ എതിരേൽക്കാൻ നാം ഒരുങ്ങുമ്പോൾ ഉള്ളിലെ സ്നേഹം മണപൊട്ടി വീണം. ഇത് അട്ടഹാസം കേവല ശബ്ദമല്ല, മറിച്ച് ആത്മീയ ഉണർവാണ്. ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ ശക്തി ഉയർന്നു കേൾക്കണം. നമുക്ക് ആവേശത്തോടെ അവനെ വാഴ്ത്താം. അതേ 38ാമത്തെ ചിന്ത പറയുകയാണ്, ദാവീദിനെ വരാനിരിക്കുന്ന രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. ദാവീദിന്റെ പുത്രനായി വരുന്ന രാജാവും രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. പ്രിയമുള്ളവരെ, എന്താണ് നിന്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. സമാധാനത്തിൻ്റെ ദൂതനായി വരുന്ന കർത്താവ് വരുമ്പോൾ അവൻ്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു എന്ന് പറയുകയാണ്. ദൈവരാജ്യം നീതിയിൽ അധിഷ്ഠിതമാണ്. പാവപ്പെട്ടവനും അടിച്ചമർത്തപ്പെട്ടവനും നീതി ലഭിക്കുന്ന ഒരു കാലത്തെ അന്നത്തെ കാലത്ത് ജനങ്ങൾ സ്വപ്നം കണ്ടു. ക്രിസ്തുവിൻ്റെ ഭരണം ആത്മീയമായ നീതിയും സമത്വവും ലോകത്തിന് നൽകിയാണ്. അതുകൊണ്ടാണ് സേവ്യറിയസ് പാത്രിക്കീസ് പറയുന്ന ക്രിസ്തുവിൻ്റെ രാജ്യം സത്യത്തിൻ്റെ തൂണുകളിൽ പടുത്തുയർത്തിയതാണ്. അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ക്രിസ്തു വന്നിരിക്കുകയാണ്. നമ്മുടെ ശബ്ദവും അങ്ങനെയായിരിക്കണം. നീതിയുടെ രാജാവിനെയാണ് നാം വാഴ്ത്തുന്നത്. അവിടുത്തെ ഭരണം മനുഷ്യഹൃദയങ്ങളെ സ്തുതിക്കുന്നു, ശുദ്ധീകരിക്കുകയാണ്. ലോകത്തിന് അനീതികൾക്ക് മുമ്പിൽ പതറാതെ ദൈവത്തിന് നീതിക്കായി കാത്തിരിക്കാം. ക്രിസ്തു നമ്മുടെ ജീവിതങ്ങൾ ഭരിക്കപ്പെടുമ്പോൾ അവിടെ സത്യം പുലരും. നീതിയുടെ വാഴ്ചയ്ക്കായിട്ട് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. നിന്റെ രാജ്യം വരണമേ, ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടട്ടെ. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. 39ാമത്തെ ചിന്ത പറയുകയാണ്, സിഹിയോൻ പുത്രി, നീ ഭയപ്പെടേണ്ട. കണ്ടാലും നിന്റെ രാജാവ് കഴുതക്കുട്ടിൻ്റെ മേൽ വാഹനമേറി നിങ്ങളിലേക്ക് വരുന്നു. യേശുവിൻ്റെ വരവിൽ ഭയം വേണ്ടെന്ന് ജനങ്ങൾക്കായി പ്രവചനം നൽകിയിരിക്കുന്നു. ജനങ്ങളുടെ മനസ്സിൽ പ്രത്യക്ഷമായ ആശങ്കകൾ, ഭയങ്ങളെല്ലാം ദൈവവിശ്വാസത്താൽ മറികടക്കാം. ആ ഭയപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്കാണ് കർത്താവ് വരുന്നത്. സിഹിയോൻ പുത്രി, നീ ഭയപ്പെടേണ്ട. കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഭയങ്ങളെല്ലാം മാറിപ്പോകും. വിശ്വാസം ഭയം മറികടക്കുന്നതിൻ്റെയും ആത്മീയ ശക്തിയുടെ അടിസ്ഥാനവുമാണെന്ന് വിശുദ്ധനായ അലക്സാന്ദ്രിയയിലെ അത്തനാസിയോസ് ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ദൈവവിശ്വാസം ഉള്ളവരിൽ യേശുവിൻ്റെ മഹത്വം ഭയം നൽകുന്നില്ല, മറിച്ച് ധൈര്യം നൽകുന്നു. ഭയം മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോഴും ദൈവവിശ്വാസ ശക്തിയെ മറികടക്കുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസമുള്ളവരാണ് ഭയം മറികടക്കാൻ സാധിക്കുന്നത്. ഭയം മനുഷ്യ ജീവിതത്തിൽ എല്ലായിടത്തും പ്രത്യക്ഷമാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഭയത്തിൻ്റെ ഇടയിലൂടെ കടന്നു പോവുകയാണ്. നീ ഭയത്തിൻ്റെ അവസ്ഥയിലൂടെ പോവുകയാണ്. പേടിച്ചുകൊണ്ടാണ് നിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നീ ഭാരപ്പെടേണ്ട. നിൻ്റെ ഭയം, ആശങ്ക, സംശയം എല്ലാം ക്രിസ്തു കടന്നു വരുമ്പോൾ അത് മാറിപ്പോകും. കർത്താവ് പറയുകയാണ്, സിഹിയോൻ പുത്രി, നീ ഭയപ്പെടേണ്ട. കണ്ടാലും നിൻ്റെ രാജാവ് കഴുതക്കുട്ടൻ്റെ മേൽ വാഹനമേറി വരുന്നു. നീ ഭയപ്പെടേണ്ട. നിൻ്റെ ഭയങ്ങളെല്ലാം മാറിപ്പോകുമെന്നാണ് ഈ തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ജനക്കൂട്ടത്തിനിടയിൽ ചിലർ വന്നിട്ട്, റബ്ബി, ഞങ്ങൾ അങ്ങയുടെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറയുകയാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, അത്യുന്നതങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ, ഓശാന പാടുമ്പോൾ അതിന് ശിഷ്യന്മാരെ വിലക്കാൻ പറയുകയാണ്. ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കുന്ന ചില പരീക്ഷ മനോഭാവം ഇന്നും ഈ കാലഘട്ടത്തിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. സത്യം വിളിച്ചു പറയുന്നവരെ നിശബ്ദരാക്കുക എന്നുള്ളത് അസത്യത്തിൻ്റെ സ്വഭാവമാണ്. വിശ്വാസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലോകത്തിൻ്റെ എതിർപ്പ്. പരീശന്മാർ യേശുവിനെ റബ്ബി എന്ന് വിളിച്ചെങ്കിൽ അവിടുത്തെ ദൈവത്വത്തെ അംഗീകരിച്ചില്ല. അവരുടെ ഭയം ലൗകികമായ അധികാരത്തെക്കുറിച്ചായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തടയാൻ ഒരു ശക്തിയും കഴിയില്ല എന്ന് ഈ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസയാത്രയിൽ തടസ്സങ്ങൾ സ്വാഭാവികമാണ്. പരീശന്മാരുടെ വാക്ക് കേട്ട് ശിഷ്യന്മാർ മൗനം പാലിച്ചില്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിൻ്റെ അടുത്തേക്കുള്ള വിശ്വാസയാത്രയിൽ അനേക തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായേക്കാം. എതിർപ്പുകളെ പ്രാർത്ഥനയോടെ നേരിടാൻ നമുക്ക് സാധിക്കണം. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് ഭാഗ്യവാന്മാർ. അവിടുത്തെ നാമം ഉയർത്താൻ നാം സന്നദ്ധരാകേണ്ടിയിരിക്കുന്നു. 41ാമത്തെ ചിന്ത, മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കുക എന്ന് പറയുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അചേതന വസ്തുക്കളുടെ സാക്ഷ്യം, വിറ്റ്നസ് ഓഫ് ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്. താൻ അവിടെ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. ദൈവമഹത്വം പ്രഘോഷിക്കപ്പെടുന്ന അനിവാര്യതമായ ഒന്നാണെന്ന് ക്രിസ്തുവിടെ വ്യക്തമാക്കുകയാണ്. മനുഷ്യൻ പരാജയപ്പെട്ടാൽ പ്രകൃതി പോലും ദൈവത്തെ വാഴ്ത്തുമെന്നാണ്. കല്ലുകൾ എന്നത് ഹൃദയകാഠിന്യമുള്ള ജാതികളുടെ മാറ്റത്തെ സൂചിപ്പിക്കുകയാണ്.
വിശുദ്ധനായ അപ്പുറം പറയാണ്, സൃഷ്ടാവിനെ തിരിച്ചറിയാൻ മനുഷ്യൻ വിസമ്മതിച്ചാൽ കല്ലുകൾ സംസാരിച്ച് അവനെ ലജ്ജിപ്പിക്കും. വിശുദ്ധനായ കൂറിലോസ് പറയുകയാണ്, കല്ലുകൾ എന്ന് വിഗ്രഹാരാധന ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ വിശ്വസിക്കാൻ പോകുന്ന ജാതികളുടെ പ്രതീകമാണെന്നാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം മഹത്വം തടയാനാവാത്തൊരു പ്രവാഹമാണ്. നാം മിണ്ടാതിരുന്നാലും സ്തുതിപ്പോൾ നിലയ്ക്കില്ല. ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മുടെ ഉത്തരവാദിത്തം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തം ക്രിസ്തുവിനെ സകല സൃഷ്ടികളോടും ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ വാഴ്ത്താം. ഹൃദയകാഠിന്യം വെടിഞ്ഞ് ദൈവത്തെ അംഗീകരിക്കാം. അവിടുത്തെ സ്തുതി നമ്മുടെ ജീവിതത്തിൽ നിറയണം. ഇവിടെ 42ാമത്തെ ചിന്ത ഓർമ്മിപ്പിക്കുകയാണ്, അവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുകയാണ്. അതായത് കർത്താവ് പറയുകയാണ്, അവർ മിണ്ടാതിരുന്നായിട്ടുണ്ടെങ്കിൽ കല്ലുകൾ ആർത്ത് വിളിക്കുക എന്ന് പറയുമ്പോൾ മൗനം എന്ന് പറയുന്നൊരു പാപമാണ്. സിൻ ഓഫ് സൈലൻസ്. ദൈവത്തെ വാഴ്ത്തപ്പെടേണ്ട സമയത്ത് മൗനം പാലിക്കുന്നത് തെറ്റാണ്. നന്ദി പറയേണ്ടയിടത്ത് മൗനമരുത്. സത്യം പറയേണ്ടയിടത്ത് മൗനമരുത്. നമ്മളുടെ വാക്കുകൾ ദൈവമഹത്വത്തിനായി സ്തുതിക്കണം. മരുഭൂമിയിലെ വിശുദ്ധ അന്തോണിയോസ് വിളിച്ചു പറയുകയാണ്, ദൈവത്തെ സ്തുതിക്കാത്ത നാവ് പാഴും ശൂന്യവുമാണ്. വിശുദ്ധനായ അപ്പുറം പറയുകയാണ്, സ്തുതിപ്പുകളില്ലാത്ത വീട് ശ്മശാനത്തിന് തുല്യമാണ്. അവർ മിണ്ടാതിരുന്നാലെന്ന് പറയുകയാണ്. അതൊരു നഷ്ടമാകുമായിരുന്നു മിണ്ടാതിരുന്നാൽ. അതുകൊണ്ട് അവർ ആർത്തു വിളിച്ചു. പ്രിയമുള്ളവരെ, സ്തുതിപ്പുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. മൗനം വെടിഞ്ഞ ദൈവത്തെ വാഴ്ത്താം. മൗനമായിരിക്കരുത്. അത് ഒരിക്കലും മൗനമായിരിക്കരുത്. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി മാറണം. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി മാറണം. നീ മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു പിടിക്കും. സത്യം പറയേണ്ടിടത്ത് നീ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ കല്ലുകൾ ആർത്തു പിടിക്കും. സ്തുതിക്കേണ്ടിടത്ത് നീ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു പിടിക്കും. സ്തോത്രങ്ങൾ പാടേണ്ടിടത്ത് നീ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു പിടിക്കും. ഓശാന പാടേണ്ടിടത്ത് നീ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു പിടിക്കും. മൗനമായിരിക്കരുത്. ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകണം. 43ാമത്തെ ചിന്ത, ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറയുകയാണ്. ശിഷ്യന്മാർ എതിർപ്പിനെ ഭയപ്പെട്ടില്ല. അവർ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തെ സ്തുതിക്കുവാൻ ധൈര്യം ആവശ്യമാണ്. സ്തുതിയുടെ ധൈര്യം, ദ കറേജ് ഓഫ് പ്രൈസ്. സ്തുതി വിശ്വാസത്തിൻ്റെ ധൈര്യമായ പ്രഖ്യാപനമാണ്. വിശുദ്ധനായ സുറിയാനിസഭയുടെ പിതാവിനെ പഠിപ്പിക്കുകയാണ്, സ്തുതി ധൈര്യത്തിൻ്റെ ശബ്ദമാണ്. സ്തുതി ദൈവത്തെ ഉയർത്തുന്ന ധൈര്യമായ പ്രവൃത്തിയാണ്. ശിഷ്യന്മാർ എതിർപ്പിനെ ഭയപ്പെട്ടില്ല. സ്തുതി വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. ശിഷ്യന്മാർ ധൈര്യത്തോടെ സ്തുതിച്ചു. വിശ്വാസം ഭയത്തെ മറികടന്നു. സ്തുതി ദൈവത്തെ ഉയർത്തുന്നു. ഈ വചനം ധൈര്യത്തോടെ സ്തുതിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരൊക്കെ എതിർത്താലും എന്തൊക്കെ എതിർപ്പുണ്ടായാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാരണവശാലും പുറകോട്ട് പോകരുത്. ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഇവിടെ സ്തുതി തടയുന്ന മതപരമായ കഠിനതയിൽപ്പെട്ട ആളുകളായിരുന്നു അവർ. മതത്തിൻ്റെ കെട്ടുപാടുകളിൽ പെട്ടിരുന്നവർ സ്തുതിയെ തടയുവാനായിട്ട് ശ്രമിച്ചു. സ്തുതിക്കുവാനുള്ളത് അവരുടെ അവകാശമാണ്. സ്തുതി മനുഷ്യർക്കല്ല. ആ കാലഘട്ടം അത്രയും പരീശന്മാരെയും ശാസ്ത്രിമാരെയും അവരുടെ പുരോഹിതഗണത്തെയും സ്തുതിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് അവരുടെ ട്രാക്ക് മാറ്റുകയാണ്. അവരാ ജനം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിലവർ ഭയപ്പെടുകയാണ്, പരീശന്മാരും ശാസ്ത്രിമാരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാധിക്കേണ്ടവനായ ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുക. സ്തുതിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് നാം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. ആയതിന് ഈ ചിന്തകൾ നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.